11 വർഷത്തെ പിണക്കം മറന്ന് പെരുന്നയിലെ NSS വേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSSന്റെ പുത്രനെന്ന് രമേശ് ചെന്നിത്തലയെ ജി സുകുമാരൻ നായർ വിശേഷിപ്പിച്ചു. മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അർഹനായ ആൾ രമേശ് ചെന്നിത്തലയാണെന്നും കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിലല്ല രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്, വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ശൈലിയിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. ഒരേ വേദിയിലല്ലേ ഇരിക്കുന്നത്. അവർക്ക് മാത്രമല്ല, എല്ലാ നായന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരുടെ കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. മന്ത്രി KB ഗണേഷ് കുമാറിനെയും NSSന്റെ പുത്രൻ എന്നാണ് ജി സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. ജി സുകുമാരൻ നായർക്ക് നന്ദി പറഞ്ഞായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനത്തിനുള്ള അവസരം ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ്. ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ അഭയം നൽകിയത് NSS ആണെന്നും ആ ബന്ധം മുറിച്ചു മാറ്റാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ലെന്നും രമേശ് ചെന്നിത്തല വൈകാരികമായി പ്രതികരിച്ചു. തികഞ്ഞ അഭിമാന ബോധത്തോടെയാണ് 148ാമത് മന്നം ജയന്തി ആഘോഷ പരിപാടികളിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. ഞാനിതെൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മതനിരപേക്ഷതയുടെ കുലീന ബ്രാൻഡാണ് NSS എന്ന് രമേശ് ചെന്നിത്തല 148ാമത് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, അങ്ങനെ മഞ്ഞ് ഉരുകിയിരിക്കുന്നു, രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാനോളം പുകഴ്ത്തുന്ന കാഴ്ച, വിശദാംശങ്ങൾ. അനുജ, തീർച്ചയായിട്ടും രണ്ടുപേരും പരസ്പരം വാനോലം പുകഴ്ത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സമദൂരമാണെന്ന് പറയുമ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് ആവുന്നോളം പിന്തുണ നൽകാൻ ഇന്ന് സുകുമാരൻ നായർ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. വലിയൊരു അകൽച്ചയുണ്ടായിരുന്നു. അതായത് താക്കോൽ സ്ഥാനത്തേക്ക് 2013 രമേശ് ചെന്നിത്തല വരണമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് സുകുമാരൻ നായർ തന്നെയാണ്. അതിനുശേഷം അങ്ങനെയൊരു പ്രസ്താവന നടത്തിയ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞത്. തുടർന്ന് ഇങ്ങോട്ട് NSSന്റെ പരിപാടികളിലൊന്നും തന്നെ രമേശ് ചെന്നിത്തലയെ പങ്കെടുപ്പിച്ചിരുന്നില്ല. പല മന്നം ജയന്തികളും കടന്നുപോയെങ്കിലും അന്നൊന്നും അദ്ദേഹത്തെ മുഖ്യാതിഥിയായി ക്ഷണിച്ചില്ല. പക്ഷേ 11 വർഷത്തിനിപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തെത്തി നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുകയും ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ഒപ്പം തന്നെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ഉദ്ദേശം വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരു UDF സർക്കാർ വരികയാണെങ്കിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരുമെന്നുള്ള സൂചന തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതിനെ ചൊല്ലിയുള്ള പോര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. ആ കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന, അല്ലെങ്കിൽ കൂടുതൽ കരുത്ത് പകരുന്ന ഒരു പിന്തുണ തന്നെയാണ് NSSന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെള്ളാപ്പള്ളി നടേശനും VD സതീശനും തള്ളിപ്പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ലീഗിന്റെ ഒരു പിന്തുണ കൂടി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വരുമ്പോൾ 11 വർഷത്തിന് ശേഷം NSSന്റെ വേദിയിൽ പെരുന്നയിൽ രമേശ് ചെന്നിത്തല എത്തി.